ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുക എന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കിങ്ങിൽ ഒന്ന് തന്നെയാണ്. കാലഘട്ടം മാറിയതുകൊണ്ട് തന്നെ ശരിക്കും ആലോചിച്ചും ശ്രദ്ധിച്ചും ഡിസ്കസ് ചെയ്തും വേണം ഏസ് എന്ന തീരുമാനത്തിലെത്താൻ. വിവാഹത്തിന് ഒരുങ്ങുമ്പോൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നും ഒരേ വേവ് ലെങ്തും എന്നൊക്കെ കരുതിയാണ് പലരും പാർട്ട്നേഴ്സിനെ സെർച്ച് ചെയ്ത് തുടങ്ങുന്നത്. എന്നാൽ ഇതൊക്കെ വെറും സാങ്കല്പികമാണെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. താൻ പ്രതീക്ഷിച്ചതൊന്നും തന്നെയല്ല വിവാഹ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ നടക്കുന്നതെന്ന് തിരിച്ചറിയുന്നത് പലരിലും ഒരുപാട് മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതായി കാണാം. എൻ്റെ അടുത്ത് കുടുംബ പ്രശ്നങ്ങളുമായി കടന്നു വരുന്ന പലരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്കൊന്ന് ശരിക്കും ആലോചിക്കാൻ പോലും സമയം കിട്ടിയില്ല, പെട്ടെന്ന് വന്ന ഒരു ആലോചനയായിരുന്നുവെന്ന്, അല്ലെങ്കിൽ ഞാൻ ഈ വിവാഹം വേണ്ടെന്ന് തന്നെ വെക്കുമായിരുന്നുവെന്നും. ഇത്തരം സിറ്റുവേഷൻസ് ജീവിതത്തിൽ ഒഴിവാക്കാൻ കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രീമാരൈറ്റൽ ഫേസിൽ കപ്പിൾസിനിടയിൽ ഡിസ്കസ് ചെയ്യേണ്ട ഏതാനും ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായി, രണ്ടുപേരുടെയും ലൈക്സിനെയും ഡിസ്ലൈക്സിനെയും പ്രിഫറൻസിനെയും പ്രയോറിറ്റീസിനെയും ഒക്കെ കുറിച്ച് സംസാരിക്കാം. ഇത് പരസ്പരം അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ സഹായകരമാകും. രണ്ടാമതായി, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഷെയറിങ്ങിനെ കുറിച്ചും കരിയർ ആൻഡ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ചും ഒക്കെ സംസാരിക്കാം. മൂന്നാമതായി, നിങ്ങളുടെ സോഷ്യൽ ലൈഫിനെയും കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കണം. അവ പരസ്പരം ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും സാധിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നാലാമതായി, നിങ്ങളുടെ ചൈൽഡ്ഹുഡും പാസ്റ്റ് എക്സ്പീരിയൻസസും ഒക്കെ ഷെയർ ചെയ്യണം. ഇത് ഷെയർ ചെയ്തെടുത്താണ് നിങ്ങൾക്ക് വൈകാരികമായ ഒരു അടുപ്പം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വൺസ് ഷെയർ ചെയ്ത കാര്യങ്ങൾ പിന്നീട് എടുത്തു പറഞ്ഞ് പങ്കാളിയെ കുറ്റപ്പെടുത്താനും വ്യക്തിഹത്യ ചെയ്യാനും നിൽക്കാതിരിക്കുക. ഇനിയും നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന ഒരാൾ ഇങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരാളാണോ എന്ന് തിരിച്ചറിയാനും ഇത് ആദ്യകാലങ്ങളിൽ ഷെയർ ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. രാവിലെ വൈകി എഴുന്നേൽക്കുന്നതും രാത്രി വൈകി ഉറങ്ങുന്നതും മൊബൈൽ അഡിക്ഷനും മദ്യപാനവും തുടങ്ങി പല ദുശീലങ്ങളും കുടുംബജീവിതത്തിൽ വില്ലനായി വരുന്നത് കാണാൻ സാധിക്കും. സോ ഡിസ്കസ് അബൌട്ട് യുവർ ഹോബീസ്, യുവർ ഹാബിറ്റ്സ്, യുവർ റുട്ടീൻസ്. ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാനും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും സഹായകരമാകും. No one can go back and change a bad beginning, but anyone can start now and create a successful ending.